കണ്ണൂർ സർവകലാശാല വി സിക്കെതിരെ എസ് എഫ് ഐയുടെ പ്രതിഷേധം. ഭരണഘടന ഉയർത്തിക്കാട്ടിയാണ് പ്രതിഷേധം. വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, നേരത്തെ തന്നെ വിവാദ സർക്കുലർ, ചാൻസലർ ഇറക്കിയ വിവാദ സർക്കുലർ, അതായത് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് കോളേജുകളോട് സർവകലാശാലകളോട് നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതിഷേധം? എന്താണ് വിവരങ്ങൾ? സിജു, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ കെ സാജു സ്വീകരിക്കുന്ന ഈ സംഘപരിവാർ അനുകൂല നിലപാടുകൾ, ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല തുടർച്ചയായി ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെതിരെയായിരുന്നു എസ് എഫ് ഐയുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം തന്നെ സർവകലാശാലകളിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ, യൂണിയനും മറ്റു പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ആ പരിപാടികളിലെ അതിന്റെ കണ്ടന്റ് പരിശോധിക്കണം എന്നതുൾപ്പെടെയുള്ള അതിനുശേഷം മാത്രം അനുമതി നൽകണം. ഏതെങ്കിലും തരത്തിലുള്ള ഈ സംഘപരിവാർ വിരുദ്ധ നിലപാടുകൾ ഉണ്ടോ, ഈ പരിപാടിയിൽ ഉള്ളടക്കങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള ചില സർക്കുലറെല്ലാം തന്നെയും ഈ വൈസ് ചാൻസലർ പുറത്തിറക്കിയത്. അത് സർവകലാശാലകളിലെ ജനാധിപത്യ അവകാശങ്ങളെ ഉൾപ്പെടെ ഹനിക്കുന്നതാണ് എന്നുള്ളതാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കണ്ണൂർ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പരിപാടിക്ക് എത്തിയപ്പോൾ, ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ അവിടെ എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഈ സർവകലാശാല വി സിക്ക് നേരെ ഉണ്ടായത്. ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ സംഘടിപ്പിച്ചത്. കണ്ണൂർ പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിക്കുന്ന ആർട്ടിക്കിൾ 153 എന്ന് പറയുന്ന പരിപാടി, ഒരു കാർണിവൽ സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഗവർണർക്ക് എതിരാണെന്നും നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ വി സി ഒരു സർക്കുലർ അയച്ചിരുന്നു. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ കണ്ണൂർ സർവകലാശാല വി സിക്കെതിരെ ഇന്ന് പ്രതിഷേധിച്ചത്. ശരി, എം സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.